5ാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ സുന്ദരപ്രകൃതി എന്ന യൂണിറ്റിലെ ആദ്യത്തെ ചാപ്റ്ററായ ജീവനം മനോഹരം എന്ന ബാലകവിതയാണ് നാം ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഏകകം സുന്ദരപ്രകൃതിഃ സർവചരാചരാണാം ആവാസസ്ഥാനം ഭവതി പ്രകൃതിഃ. സാ പ്രകൃതിഃ അതീവ സുന്ദരി. തസ്യാഃ സൗന്ദര്യം വിഭവസമൃദ്ധിശ്ച സംരക്ഷണീയം പരിപാലനീയം ച. അസ്മിൻ ഏകകേ ജീവനം മനോഹരം അവധാനേന കർത്തവ്യം വർഷാചിത്രം ഇതി ത്രയാഃ പാഠാഃ സമയോചിതാഃ വർത്തന്തെ. എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് പ്രകൃതി. ആ പ്രകൃതി വളരെ മനോഹരമാണ്. അവളുടെ സൗന്ദര്യവും സമൃദ്ധിയും സംരക്ഷിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും നാം ചെയ്യണം. ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ജീവനം മനോഹരം, അവധാനേന കർത്തവ്യം, വർഷാചിത്രം എന്നിവ. ഇനി ആദ്യത്തെ പാഠത്തിലേക്ക് കടക്കാം. പ്രഥമഃ പാഠഃ ജീവനം മനോഹരം. പ്രകൃതിഃ ജീവദായിനി ആനന്ദദായിനി ച ഭവതി. തത്ര വൃക്ഷലതായാഃ വൃക്ഷമൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി. ഏതദ്ദേവ ജീവനം പ്രകൃതേഃ സൗന്ദര്യം ഭവതി. ഏതസ്മി പ്രകൃതി സൗന്ദര്യവർണ്ണനാത്മികാം ഏകം കവിതാം പഠാമഃ. പ്രകൃതി ജീവൻ നൽകുന്നതും സന്തോഷപ്രദവുമാണ്. അവിടെ മരങ്ങളും വള്ളിച്ചെടികളും പക്ഷികളും മൃഗങ്ങളും പരസ്പര സ്നേഹത്തോടാണ് ജീവിക്കുന്നത്. ഇതാണ് ജീവനം മനോഹരം എന്ന പാഠഭാഗത്തിൽ വിവരിക്കുന്നത്. നമുക്ക് പ്രകൃതിയുടെ സ്നേഹത്തെ വർണ്ണിക്കുന്ന ഒരു കവിത പഠിച്ചാലോ? പശ്യതു മൃദുലേ മമ നിലയം സുന്ദരമേദം മമ നിലയം മാതാ താതാ സോദരയുഗളം പഞ്ചജനായിക നിവസന്തി. പശ്യതു മാമകമുദ്യാനം വിവിധസുമാന്യ വിവിലസന്തി. അശോകജംബകമന്ദാരാണ ലസന്തി നൂതന കുസുമാനി. മധുരം ഗായതി പീകബോധ രുചിരം നൃത്യതി കേകിഗാണ. കാകാഹംസാ കീരകാബോധ നീടാന്യേവം വ്രജയന്തി. കുഹരേ നിവസതി ഹലു ശശാകോ ഗൃഹേ ച ശുനകോ മാർജാരാ. സന്തതമേവം വയമിഹ സർവേ സാമോദം സഹി നിവസാമഃ. അടുത്തതായി നമുക്ക് ഈ പാഠത്തിലെ പദച്ഛേദം നോക്കാം. പക്ഷിമൃഗാദയശ്ച പക്ഷിമൃഗാദയ അധികം ച. സുന്ദരമേദം സുന്ദരം അധികം ഏദം. താതാ സോദരയുഗളം താതാ അധികം സോദരയുഗളം. മാമകമുദ്യാനം മാമകം അധികം ഉദ്യാനം. വിവിധസുമാന്യഭി വിവിധസുമാനി അധികം അഭി. നീടന്യേവം നീടാനി അധികമേവം. സന്തതമേവം സന്തതം അധികമേവം. വയമിഹ വയം അധികം ഇഹ. അടുത്തത് വിഗ്രഹപദം. സോദരയുഗളം സോദരയോ യുഗളം. വിവിധസുമാനി വിവിധാനി സുമാനി. നൂതന കുസുമാനി നൂതനാനി കുസുമാനി. പീകബോധഃ പീകസ്യ ബോധഃ. സാമോദം ആമോദേന സഹ. പ്രഥമഃ പഠനപ്രവർത്തനാനി. ഗൃഹപരിസരം നിരീക്ഷ്യ പുഷ്പാണാം ജീവജലാനാം ച നാമാനി വദതു. നിങ്ങളുടെ വീടിന് ചുറ്റും നോക്കി പൂക്കളുടെയും ജീവജാലങ്ങളുടെയും പേര് പറയുക. ദ്വിതീയ പ്രവർത്തനാനി. കവിതാം വ്യക്തിശ്ച സംഘശ്ച ആലപതു. സൂചനഃ അക്ഷരസ്ഫുടത പദജ്ഞാനം ആശയാവബോധഃ ഉചിതഃ ഭാവഃ ഉചിതഃ താളഃ. കവിത വ്യക്തിഗതമായോ സംഘമായോ പാടുക. സൂചനകൾ: അക്ഷരസ്ഫുടത ഉണ്ടായിരിക്കണം, പദത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, ആശയബോധമുണ്ടായിരിക്കണം, ഉചിതമായ ഭാവത്തിലും താളത്തിലും ആലപിക്കണം. അടുത്തത് ഭാവനാനുസാരം ചിത്രസ്യ വർണ്ണലേപനം കരോതു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചിത്രത്തിന് നിറം നൽകുക.